ഹലോ ഗായ്സ്, ലവിൻ പമ്പിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നപ്പം ആദിമോൻ്റെ പിറന്നാളാണ്. പിറന്നാളെന്ന് വെച്ചാൽ ബർത്ത്ഡേ നാളായിട്ടില്ല, ബർത്ത്ഡേ ആണ്. ഞങ്ങൾ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അപ്പം പറയുമ്പോൾ പിറന്നാളെന്നാണ് പറയുന്നത്. അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല, ഇന്ന് പോകാൻ പറ്റിയില്ല. പക്ഷേ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് എനിക്കറിയാം അമ്പലത്തിൽ എനിക്ക് പോകാൻ പറ്റത്തില്ല എന്ന് എനിക്ക് ഉറപ്പായി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞെന്നാൽ നാളത്തേന് മാറ്റി വയ്ക്കേണ്ട, അമ്പലത്തിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അന്നേരം ആദ്യം എൻ്റെ അമ്മയും നാത്തൂനും പിന്നെ എൻ്റെ അനിയനും എല്ലാവരും കൂടെ കൂടിയിട്ട് ഇന്നലെ അമ്പലത്തിൽ പോയിട്ടുണ്ടെന്ന്. അവൻ്റെ പിറന്നാളുടെ മാത്രമായിട്ടല്ല, വേറെ 1-2 കാര്യങ്ങളും ഉണ്ടായിരുന്നു അമ്പലത്തിൽ പോകേണ്ടതായിട്ടുള്ള. അപ്പം 2 കാര്യത്തിനുമായിട്ട് അണ്ണനും കുഞ്ഞുങ്ങളും കൂടെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്പലത്തിൽ പോയിട്ട് വന്ന് പറഞ്ഞ് അച്ചാച്ചി അത് പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു. അമ്പലത്തിൽ പോയിട്ട് വന്ന് ഞാൻ പോയില്ല. അപ്പോൾ പിന്നെ പോയിട്ട് വന്നിട്ട് അമ്പലത്തിൽ പോയപ്പോഴത്തെ കുറേ വീഡിയോസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണുന്നത് ഞാൻ ഇതിനകത്തിൽ ആഡ് ചെയ്യാം. എനിക്ക് പോകുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. ഞാനാണെങ്കിൽ അവർക്ക് എന്തൊക്കെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചതാ. രാവിലെ അമ്പലത്തിൽ കൊണ്ടുപോകണമെന്നും രാവിലെ അമ്പലത്തിൽ പോകണമെന്നും ഒക്കെ പറഞ്ഞ് 2 പേർക്ക് ഡ്രസ്സൊക്കെ ഞാൻ വാങ്ങിച്ചത്. പക്ഷേ എനിക്കറിയാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ നല്ല കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് മുടക്കം എനിക്ക് എല്ലാ പ്രാവശ്യവും ഇങ്ങനെ. പിന്നെ ഒരു സമാധാനം എന്ന് വെച്ചാൽ ഓണത്തിന് മുന്നേ എനിക്ക് കുഴപ്പങ്ങളൊക്കെ സെറ്റപ്പ് ആകും. അപ്പോൾ അത് ആ ഒരു സമാധാനത്തിൽ ഞാനിങ്ങനെ നിൽക്കുക. അപ്പം വലിയ വിശേഷമൊന്നുമില്ല. ഈ പറയുന്ന പോലെ 1-ാം പിറന്നാളോ 2-ാം പിറന്നാളോ ഒന്നുമല്ല. ചുരുക്കം വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അവൻ്റെ ഒരാഗ്രഹം, ഒരു വർഷങ്ങൾ കേക്ക് പോലും കട്ട് ചെയ്യാതിരുന്ന ഒരു വർഷമുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷം നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ മുട്ടായി ഈ പ്രാവശ്യം ഇവൻ്റെ പിറന്നാളിന് എന്താ പറയുക, 2 ദിവസം ബുധനാഴ്ച ഇവൻ്റെ സ്കൂൾ അടച്ചതാണ്. അപ്പം ഞാൻ പറഞ്ഞു മുട്ടായി അന്ന് പിറന്നാളിൻ്റെ സമയത്തേ കൊടുക്കത്തുള്ളൂ. മുട്ടായി കൊടുക്കണ്ട മോനെ എന്ന് പറഞ്ഞപ്പോൾ അവന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് മുട്ടായിയൊക്കെ സ്കൂളിൽ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ട് ആ പിറന്നാൾ ആഘോഷിക്കുന്നത് ഇപ്പം. അപ്പം ഞങ്ങൾ പോയി 2 ദിവസം മുന്നേ പോയി ഡ്രസ്സൊക്കെ എടുത്തു. പിന്നെ ഇന്നലെ അണ്ണനും ആദ്യമോനും എല്ലാം കൂടി പിന്നെ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല. ഷൈനിന് ഇന്ന് പണിയുണ്ട്, ഷൈനിന് പണിക്ക് പോയി. അപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വരും. ഞങ്ങൾ ഇവിടെ കേക്കൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അണ്ണനോട് വന്നിട്ട് ഞങ്ങൾ 4 പേര് മാത്രം കട്ട് ചെയ്യണം. വേറെ ആരും ഇല്ല. കാരണം ഓണത്തിനേക്ക് എല്ലാവരും വരും. പക്ഷേ പ്രത്യേകത ഞങ്ങൾ വീഡിയോ എടുക്കാതെ കാണിക്കും. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിൽക്കുമോണ്ടാവും. എന്നിട്ടാണെങ്കിൽ ഓണത്തിനേക്ക് ഞങ്ങളുടെ അണ്ണൻ്റെ പെങ്ങളും എല്ലാവരും വരും. അപ്പോൾ ഇന്നിപ്പോൾ ആരുമില്ല, ഞങ്ങൾ മാത്രമേ കാണാൻ സാധ്യതയുള്ളൂ. പിന്നെ ഇപ്പുറത്തെ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ അറിയത്തില്ല, ചിലപ്പോൾ കാണും. ഇല്ലെങ്കിൽ ഞങ്ങളിവിടെ കേക്ക് കട്ട് ചെയ്തിട്ട് ഞങ്ങൾ എല്ലാവർക്കും കൊണ്ട് കൊടുക്കും. അങ്ങനെ പതിവ്. അപ്പോൾ രാവിലെ അവൻ്റെ അച്ഛമ്മമാർ വിളിച്ചു, അമ്മ വിളിച്ചു, ഉപ്പാപ്പന്മാർ വിളിച്ചു, എല്ലാവരും വിളിച്ച് അവനെ വിഷ് ചെയ്തു. അപ്പം കുഞ്ഞു സദ്യയെന്ന് പറയും. സദ്യക്കെന്ന് വെച്ചാൽ വിഭവങ്ങൾ ഏറെയുണ്ട്. അപ്പോൾ അവന് ഇഷ്ടപ്പെട്ട 2-3 കറികളൊക്കെ വെച്ച് ചോറ് കൊടുക്കാം, ഒരു കോള് വരുന്നു, ചോറ് കൊടുക്കാം എന്നൊരു ധാരണയാണ്. ചോറൊക്കെ ഞാൻ ഇന്നലെ വൈകിട്ട് റൈസ് കുക്കറിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറായിട്ടുണ്ട്. പിന്നെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഷൈനില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം. കാരണം അന്നേരം ഉണ്ടായിരുന്നെങ്കിൽ ഒരു രസമായിരുന്നു. കാര്യമായിട്ടൊന്നും വെക്കുന്നില്ല. ഇന്നത്തെ ഉരുളക്കിഴങ്ങ് വിക്കോട്ട് ഇച്ചിരി ഇരിപ്പുണ്ട്. പിന്നെ ഇതിന് ഇഷ്ടമാണ് പയർ അലവാക്കി കറി വയ്ക്കുന്നത്. അത് പയർ അലവാക്കി വെച്ചിട്ടുണ്ട്, അത് ഉണ്ടാക്കണം. പിന്നെ ഒരു ബീട്രൂട്ട് തോരനോ പപ്പടം ഇരിപ്പുണ്ട്. പായസം വെക്കണമെന്ന് പറഞ്ഞു. പക്ഷെ നെയ്യില്ല. ഞാൻ നോക്കിയപ്പോൾ നെയ്യ് തീർന്നിരിക്കുക. ഇവിടെ ഇനി ചേർത്തുകൊണ്ട് പോകണം. ഇവിടെ ഗൂഗിൾ പേ വർക്കാവുന്ന കടകളില്ല. നമ്മുടെ കയ്യിലാണെങ്കിൽ പൈസ ആയില്ല. അപ്പം എന്താ പറയുക, അണ്ണനിനി വൈകിട്ട് വരുമ്പോഴത്തേക്ക് ഒരു ശാലം നെയ്യൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് കുഞ്ഞൊരു പായസം. അന്ന് ഞങ്ങൾക്ക് വർഗീസ് കുര്യൻ്റെ ഇവിടെ അദ്ദേഹമാണെങ്കിൽ നമുക്ക് കുറച്ച് പാവപ്പെട്ട വീട്ടുകാർക്കൊക്കെ കിറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ വക ഞങ്ങൾക്കും കിട്ടിയൊരു കിറ്റ്. എനിക്ക് അതിനകത്തൊരു നാണംകേടയിൽ അഭിമാനമേ ഉള്ളൂ. കാരണം ഞങ്ങൾക്ക് എല്ലാ വർഷവും കിട്ടുന്നതാണ് കിറ്റ്. ഞങ്ങൾക്കല്ല, ഇവിടെ വല്യമ്മയുള്ള സമയത്തൊക്കെ കിട്ടുമായിരുന്നു. പിന്നെ ഇവിടുത്തെ അമ്മയ്ക്ക് കിട്ടും, എൻ്റെ അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അർഹതപ്പെട്ടവരുടെ കൈകളിൽ ആ കിറ്റ് എത്തുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ഞങ്ങളുടെ മെമ്പർ വിളിച്ചു തന്ന് ഞങ്ങൾക്ക് കിറ്റ് കിട്ടിയിട്ടുണ്ട്. മെമ്പറെന്ന് പറയാൻ എൻ്റെ ഉപ്പാപ്പി തന്നു. ഉപ്പാപ്പയ്ക്ക് കിട്ടിയ കിറ്റാണ് എനിക്ക് തന്നത്. അങ്ങനെ അപ്പം ആ കിറ്റ് എനിക്ക് കിട്ടി. അതിനകത്തിലുണ്ട് സേമിയയുടെ കൂട്ടുണ്ട്. പക്ഷേ അതിനകത്ത് നെയ്യില്ല. ഞങ്ങൾക്കുള്ള ഉണ്ടാക്കാനുള്ളത് പാല് ഞങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. പിന്നെ
അത് നമുക്ക് അപ്പം വരുമ്പോൾ ഉണ്ടാക്കിക്കാം കേട്ടോ. ഇവൻ്റെ അപ്പ നന്നായിട്ട് പാലട പായസം ഉണ്ടാക്കും. എനിക്ക് പായസത്തിന് അങ്ങനെ വലിയ താല്പര്യമില്ല, പക്ഷേ താല്പര്യം ഞാൻ കഴിക്കും, സേമിയ മാത്രമേ വെക്കത്തുള്ളൂ. പക്ഷെ അവൾ നല്ലപോലെ പായസം വെക്കും. എല്ലാ പ്രാവശ്യം ഓണത്തിന് മിൽക്ക് മെയ്ഡൊക്കെ ചേർന്ന് നല്ല സൂപ്പറായിട്ട് പായസമൊക്കെ വെക്കും. അപ്പോൾ വരുമ്പോൾ നമുക്ക് അപ്പം കൊണ്ട് ഉണ്ടാക്കിക്കാം. അവളുണ്ടാക്കും പായസമൊക്കെ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതുണ്ടാക്കണം. ഒത്തിരി അപ്പം വന്ന് കുഞ്ഞിനത് വെച്ച് കൊടുക്കണം. പിന്നെ വൈകിട്ടെണ്ണം വന്നിട്ട് പായസം വെക്കും, സേമിയ. എനിക്ക് ഏറ്റവും ഇഷ്ടം സേമിയ. ഞാൻ പാല് പോലും കഴിക്കാത്ത ഞാനാണ്, പക്ഷേ ഞാൻ സേമിയ ഒരു 2 സ്പൂൺ 1/2 ഗ്ലാസ്സൊക്കെ ഞാൻ കുടിക്കും. ഐസ്ക്രീം കഴിക്കും അങ്ങനെയൊക്കെ. പക്ഷേ പാലും ചായയും ഞാൻ കഴിക്കത്തില്ല. അപ്പം എന്താ അതുണ്ടാക്കണം. പിന്നെ നിനക്കെന്ത് സന്തോഷമായടാ? അവന് സന്തോഷമായതാ, ഇന്നലെ സന്തോഷമായതാ. കേക്കിൻ്റെ കാര്യത്തിൽ അവനൊന്ന് ശകലം എൻ്റെ ഒരു തല്ലൊക്കെ കൊണ്ട് ഞാനൊരു അടിയൊക്കെ കൊടുത്ത് എനിക്കങ്ങ് ഭയങ്കര ഇതായിപ്പോയി. അങ്ങനെ എന്നെ അങ്ങ് തക്ക സമയമാകുമ്പോൾ എന്നെ അങ്ങ് ടെൻഷൻ അടിപ്പിച്ച് എനിക്കങ്ങ് ഭയങ്കര പ്രയാസമൊക്കെ ആയിപ്പോയി. അങ്ങനെ ഞാനൊരു കൊട്ടൊക്കെ കൊടുത്തായിരുന്നു. പിന്നെ അവനും കുറേ നേരം വിഷമിച്ചിരുന്ന് എനിക്ക് വിഷമമായി. പിന്നെ അവന് പകുതി ഹാപ്പിയാണ്, ഫുള്ള് ഹാപ്പിയാന്ന് പറയത്തില്ല, പകുതി ഹാപ്പിയാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾ ഇന്നലെ പോയി ചേച്ചിയുടെ അടുത്ത്, ഞങ്ങൾ എന്നും പോകുന്ന ചേച്ചിയുടെ അടുത്ത് പോയി അബീസ് കേക്കൊക്കെ ഉണ്ടാക്കുന്ന ചേച്ചിയുടെ അടുത്ത് പോയി ഈ കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ എന്തെങ്കിലും ഫംഗ്ഷൻ നടന്നാലും ഞങ്ങൾ അപ്പം വാങ്ങിക്കുന്നത് ചേച്ചിയുടെ അടുത്ത് പോയി കേക്ക് വാങ്ങിക്കും. നല്ല കേക്കാണ് ചേച്ചി, അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ വാങ്ങിക്കുന്നത്. അപ്പം ചേച്ചിയുടെ അടുത്ത് പോയി കേക്കൊക്കെ വാങ്ങിച്ചു. കേക്കൊക്കെ ഫ്രിഡ്ജിലായി വെച്ചിട്ടുണ്ട്, ഞങ്ങൾ കാണിക്കാം. വലിയ ആർഭാടമായിട്ടുള്ള ബർത്ത്ഡേ ഒന്നും അല്ല, ഇപ്പോഴേ പറയാമല്ലോ, ഗ്രാൻഡായിട്ടല്ല. നമ്മളെങ്ങോട്ട് അവനൊരു സന്തോഷം എന്ന രീതിയിൽ എല്ലാ വർഷങ്ങളിങ്ങനെ ഒന്നാം പറഞ്ഞാൽ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചായിരുന്നു. പക്ഷേ മുന്നോട്ടുള്ളതൊക്കെ ഞങ്ങൾ ഇച്ചിരി ഓരോ വയസ്സ് കഴിയുന്നതോറും വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഒന്നാം പിറന്നാൾ മാത്രം നമ്മൾ നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കും. പിന്നെ എന്തുവാ, അപ്പം എൻ്റെ 19ാമത്തെ വയസ്സിൽ എൻ്റെ കൈ കിട്ടിയ വാവയായത് കുഞ്ഞൊന്ന് അണ്ടർ വെയിറ്റ് ആയിരുന്നു, വെയിറ്റ് കുറവായിരുന്നു. ഞാനും അന്ന് സൈസില്ലായിരുന്നു, എനിക്കും അന്ന് ആരോഗ്യം കുറവ്, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രസവത്തിന് കയറ്റി പ്രസവം നടക്കാതെ സിസേറിയൻ ചെയ്തെടുത്തതാണ് കുഞ്ഞിനെ. അപ്പോൾ ഇവൻ്റെ തലയിൽ മറ്റേ പൊക്കിൾക്കൊടിയൊക്കെ കയറി ചുറ്റി, അങ്ങനെ എന്തോ ഇതായിട്ട് പ്രസവം നടക്കാതെ വന്ന് മണിക്കൂറോളം കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്തെടുത്ത ആളാണ് ഇവനപ്പം കിട്ടിയപ്പോൾ കുഞ്ഞൊരു, ഞാൻ അതുവരെ അത്രയും ചെറിയ പിള്ളേരെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. എല്ലാ പിള്ളേരും അങ്ങനെ ആയിരിക്കും, അതുവരെ ഞാൻ അത്രയും ചെറിയ പിള്ളേരെ എടുത്തിട്ടില്ല. ഒരു കുഞ്ഞിൻ്റെ അത്രയേ ഉള്ളൊരു കുഞ്ഞായിരുന്നു. അപ്പം ആ സമയത്ത് എൻ്റെ അച്ഛനുണ്ടായിരുന്നു. അത് എൻ്റെ ആദ്യമോനുണ്ടായി 9 ദിവസം കഴിഞ്ഞ് എൻ്റെ അച്ഛൻ മരിക്കുന്നത്. കറക്റ്റ് 9 ദിവസം മരിക്കുന്നതല്ല, ആശുപത്രി അഡ്മിറ്റ് ആവുന്നത്, അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞൊരു 3 ദിവസം കൂടെ കഴിഞ്ഞിട്ട് അച്ഛൻ മരിക്കുന്നു. അപ്പം ഇതിൻ്റെ ഒരു വശത്ത് സന്തോഷമാണെങ്കിലും മറ്റൊരു വശത്ത് എനിക്ക് സങ്കടം ഇപ്പോഴും നിലനിൽക്കുന്നൊരു സംഭവം. അങ്ങനെ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയായിരുന്നു എൻ്റെ ആശുപത്രിയിൽ നിന്നത് മൊത്തം. എൻ്റെ അച്ഛനാണെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തൊന്നും മാറിയിട്ടില്ല. ആ സമയങ്ങളിൽ അത്രയും കാലം എങ്ങനെ നടന്നു അതിനെ നേരെ വിപരീതമായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. ആ ഒരു ആശുപത്രി കിടന്ന 7 ദിവസം ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അത്രയും 19 വയസ്സിനിടയ്ക്ക് ഞാൻ എൻ്റെ അച്ഛൻ അങ്ങനെ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ ഒരാളെയും മാത്രം ഇങ്ങനെ കേന്ദ്രീകരിച്ചിരിക്കുന്ന ആളായിട്ട് ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിട്ടേ ഇല്ല. പക്ഷേ എൻ്റെ അച്ഛൻ ആദ്യം ഉണ്ടായിക്കഴിഞ്ഞ് 7 ദിവസം അഡ്മിറ്റായിട്ട് ആശുപത്രി കിടന്ന 7 ദിവസവും എൻ്റെ അച്ഛനാണെങ്കിൽ ആദ്യയുടെ അടുത്തുനിന്ന് മാറിയിട്ടില്ല. അങ്ങനെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനപ്പോൾ അതിൽ പറയുമായിരുന്നു, ഞാൻ നിന്നെ എന്തോരം വേദന സഹിച്ച 10 മാസം ചുമന്നു, പിന്നെ പ്രസവ വേദനയും ഞാൻ അറിഞ്ഞു, ഓപ്പറേഷൻ്റെ വേദനയും ഞാൻ അറിഞ്ഞു, എന്നിട്ട് നീ എന്നോടൊരു നന്ദി പോലും നീ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, അമ്മയ്ക്ക് ഞാൻ രാവിലെ ഉമ്മയൊക്കെ തന്നായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെ അമ്മയ്ക്ക് ഞാൻ ഉമ്മയൊക്കെ സത്യമായി രാവിലെ എണ്ണീറ്റപ്പോൾ തന്നെ ഞാൻ വിഷ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നു. പക്ഷേ എനിക്കൊരു ചെറിയൊരു വിഷമം, അതെല്ലാ അമ്മമാർക്കും. പക്ഷെ ആരും അത് പറയത്തില്ല, എല്ലാവരും പറയുമെന്ന് പറഞ്ഞാലും ഞാനത് പറഞ്ഞപ്പോഴും എൻ്റെ ബർത്ത്ഡേ ആകുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ അമ്മയോട് വിളിച്ചു, അയ്യോ അമ്മേ എനിക്ക് അമ്മ ജന്മം തന്നിട്ട് നന്ദി എന്നൊന്നും ഞാൻ പറയത്തില്ല. അതുപോലല്ലേ എല്ലാവരും ചിന്തിക്കുന്നത്. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ പിറന്നാളാണ്. ആയുസ്സാരോഗ്യത്തോടും കൂടി ദീർഘകാലം ജീവിക്കട്ടെ, നല്ല വിദ്യാഭ്യാസം കിട്ടട്ടെ എന്നൊക്കെ എല്ലാ അച്ഛനമ്മമാരെ പോലെ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. അവൻ നല്ല നിലയിലെത്തിക്കാണണം, അവനും അവളും നല്ല നിലയിലെത്തിക്കാണണം എന്ന് ഞങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട്. ഞങ്ങളെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി ഞങ്ങൾ ജീവിക്കുന്നതേ അവർക്ക് വേണ്ടിയിട്ടാണ്. ഈ പറയുന്ന ഞാനെന്ന് പറയുന്ന വ്യക്തി ഈ നിമിഷം വരെ 10 വയസ്സ് സമ്പാദിക്കാൻ തുടങ്ങിയിട്ടില്ല. അത് അഭിമാനത്തോടല്ല പറയുന്നത്,
അപമാനത്തോടാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്ക് ഇന്നേ വരെ എൻ്റെ സ്വന്തം പൈസ എന്ന് പറയുന്നത് 10 പൈസ ഏൺ ചെയ്യാനെ കൊണ്ട് എനിക്ക് ഇന്നേ വരെ സാധിച്ചിട്ടില്ല. എനിക്ക് ഒരു വരുമാന മാർഗ്ഗം ഇതുവരെ ആയിട്ടില്ല. ഞാനിപ്പോഴും എൻ്റെ ഷൈനെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്. കാരണം എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും എനിക്ക് നടത്തി തരുന്നൊരു വ്യക്തിയാണ്. ഞാൻ ജീവിതം എന്താണെന്ന് അറിഞ്ഞിട്ടുള്ളത് എൻ്റെ ഷൈൻ എന്നെ കല്യാണം കഴിച്ച പിന്നെ. കാരണം എൻ്റെ ഇഷ്ടങ്ങളും ഈ പൊട്ടം കെട്ടി കിടക്കുന്ന തവള എന്ന് പറയത്തില്ല, ഏകദേശം അതേ ഒരു മോഡലായിരുന്നു ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കുമ്പം. ആ ഒരു നാടുപാട്ടുള്ള ബന്ധമല്ലാതെ എനിക്ക് പുറലോകമായിട്ട് ബിഗ് ബോസ് വീട് പോലെ പുറലോകമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ആളായിരുന്നു ഞാൻ. മനുഷ്യനോട് മിണ്ടത്തില്ല, ആരെയും കണ്ടാൽ അധികം സംസാരിക്കത്തില്ല. എന്നോട് മിണ്ടുവാണെങ്കിൽ ഞാൻ മിണ്ടും, അല്ലാതെ ഓവറായിട്ട് ഞാൻ അങ്ങോട്ട് സംസാരിക്കത്തില്ല. ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്ന ഒരു വ്യക്തിയെ അല്ലായിരുന്നു ഞാൻ. എന്നിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മൊത്തം എൻ്റെ ഷൈനെ മിടുക്കുണ്ട്. കാരണം ചീത്ത പറഞ്ഞും വഴക്ക് പറഞ്ഞും നല്ലത് പറഞ്ഞും ഒരുപാട് കാര്യങ്ങൾ എന്നിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നല്ല രീതിക്ക് പറഞ്ഞു തരുമ്പോൾ ഞാൻ മനസ്സിലാക്കാതെ വരുമ്പോൾ എന്നെ ചീത്ത പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. മനുഷ്യനോട് സംസാരിക്കാൻ തുടങ്ങി, ഇടപെടാൻ തുടങ്ങി. 4 പേര് നിൽക്കുന്നിടത്ത് നിന്ന് എനിക്ക് സംസാരിക്കണം. ഞാൻ നേരത്തെ രണ്ട് പേര് കൂടി നിൽക്കുമ്പോൾ അവിടെ നിന്ന് ഞാൻ മാറിപ്പോകും. അങ്ങനെയൊന്നും ഞാൻ നിന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല. ഇപ്പം അങ്ങനെയല്ല, ഞാൻ ആൾക്കൂട്ടത്തിനിടയ്ക്ക് ഇറങ്ങി സംസാരിക്കും, ആൾക്കാരോട് സംസാരിക്കും. ഇങ്ങോട്ട് മിണ്ടാത്തവരാണെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോയി മിണ്ടും. പിന്നെ എനിക്ക് ചില ആൾക്കാർ എന്നെ നോക്കുന്ന രീതിയിൽ അവർക്ക് എന്നെ ഇഷ്ടപ്പെടാഴിക എന്നത് അവരുടെ മുഖത്ത് പോകുന്നുണ്ടോ, ഞാൻ പിന്നെ അങ്ങനത്തെ ആൾക്കാരെ നോക്കത്തില്ല. ഞാനത് തിരിഞ്ഞാലേ നോക്കത്തില്ല. അത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ അങ്ങനെ നോക്കത്തില്ല. കാരണം ചില ആൾക്കാരുടെ നോട്ടത്തിൽ നമുക്കറിയാം നമ്മളോടൊരു അകൽച്ച അവരുടെ കണ്ണുകളിലുണ്ടെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ ആൾക്കാർ എൻ്റെ കണ്ണിൽപ്പെട്ടാൽ ഞാൻ അങ്ങനത്തെ ആൾക്കാരെ തിരിഞ്ഞ് നോക്കത്തില്ല. അല്ലാതെ എനിക്കിഷ്ടം എന്ന് തോന്നി എന്നെ ഇഷ്ടത്തോടെ നോക്കുന്നു, അല്ലെങ്കിൽ എന്നോട് മിണ്ടാൻ താല്പര്യമുണ്ടോ എന്ന് തോന്നുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ ഉറപ്പായിട്ടും മിണ്ടുകയും ചെയ്യും, അവരോട് സംസാരിക്കുകയും ചെയ്യും. എന്നോട് മിണ്ടിയാൽ മതി, ഞാൻ പിന്നെ അവരോട് സെറ്റാകും. ഞാനിപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പണ്ട് ഞാൻ അങ്ങനെ അല്ലായിരുന്നു. അപ്പം എന്നെ എന്തെങ്കിലും ഈ പുറലോകമായിട്ട് എന്തെങ്കിലും എന്നെ കൊണ്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം എൻ്റെ ഷൈൻ മുഖാന്തരമാണ്. അല്ലാതെ എന്നെ എങ്ങും കൊണ്ടുപോയിട്ടില്ല. എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ എങ്ങും കൊണ്ടുപോയിട്ടില്ല, എന്നെ സ്കൂളിൽ നിന്ന് എന്നെ വിട്ടിട്ടില്ല, അങ്ങനത്തെ ഒന്നും എനിക്കില്ല. പിന്നെ ഷൈനനെ ഞങ്ങൾക്ക് അതായത് പോകാൻ പറ്റുന്ന, ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഞങ്ങൾ ഒത്തിരി കറങ്ങി നടന്ന വ്യക്തികളല്ല. ഞങ്ങൾ അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങളുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ സന്തോഷങ്ങൾ കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, എൻ്റെ ഷൈന്. ഇപ്പോഴും അങ്ങനെ, ഞങ്ങളിനി മരിക്കുന്ന സമയം വരെ അങ്ങനെ ആയിരിക്കും. കാരണം ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ഇല്ലായ്മകളും ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്കറിയാം. അപ്പോൾ ഞങ്ങളുടെ ഇല്ലായ്മകളും അറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ കൊണ്ട് ഞങ്ങൾക്കിപ്പം അവരിപ്പോൾ പറയുന്നിടത്തെല്ലാം ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എന്നിരുന്നാലും എനിക്ക് സന്തോഷമാണ്. ഞാൻ സന്തോഷവതിയാണ്. കാരണം ഷൈനൻ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. എനിക്ക് വേണ്ടുന്നത് എന്തിനാ പറയുന്നത് എല്ലാം ചെയ്തു തരുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഒരു 10 പൈസ എനിക്ക് എല്ലാത്തിനും ഞാൻ അണ്ണനെ ആശ്രയിക്കുന്നുണ്ട്. അപ്പം ഒരു 10 പൈസയുടെ വരുമാനമാണ് എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ എൻ്റെ സാഹചര്യത്തിൽ അത് പറ്റത്തില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോഴത്തെ എൻ്റെ സാഹചര്യത്തിൽ അത് പറ്റത്തില്ല. കാരണം എൻ്റെ ചെറിയ കുഞ്ഞ്, അവൾക്ക് 2 വയസ്സ് പോലും ആയിട്ടില്ല. അവളെ അപ്പം ഏൽപ്പിച്ചിട്ട് പോകാനെ കൊണ്ട് എനിക്ക് വേറെ കൈകളില്ല. പെൺകുഞ്ഞാണ്. അവളെ എവിടെയെങ്കിലും ഒരു ജോലിക്ക് പോകണമെങ്കിൽ തന്നെ സുരക്ഷിതമായിട്ടുള്ള ഏതെങ്കിലും ഒരു കൈകളിൽ അവളെ ഏൽപ്പിച്ചിട്ട് പോകാനെ കൊണ്ട് ഞാൻ നോക്കിയിട്ട് എൻ്റെ അറിവിൽ എനിക്ക് അങ്ങനെ ആരുമില്ല. ഞാനും ഷൈനും കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ അറിവിൽ ആരുമില്ല. പിന്നെ എൻ്റെ അമ്മയുടെ അടുത്തും ഷൈനൻ്റെ അമ്മയുടെ അടുത്തും എനിക്ക് ഏൽപ്പിച്ചിട്ട് പോകാം. പക്ഷെ 2 പേരും അവർക്ക് അവരുടേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളുണ്ട്. അമ്മയ്ക്കാണെന്ന് പറയാൻ അമ്മയ്ക്ക് അമ്മയുടേതായിട്ടുള്ള ബാധ്യതയുണ്ട്, എൻ്റെ അമ്മയ്ക്കാന്ന് പറയാൻ അമ്മയ്ക്കും അമ്മയുടേതായിട്ടുള്ള ബാധ്യതകളുണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് പോയി അവരുടെ കാര്യങ്ങൾ അവിടെ നടക്കത്തില്ല. പിന്നെ അത് മാത്രമല്ല, ഷൈൻ്റെ അമ്മ ഇവിടെ ഇല്ല, അമ്മ പുറത്താണ്. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഞാനും അണ്ണൻ തന്നെ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അവളെ അംഗൻവാടി വിടുന്ന സമയം വരെ ഞാൻ അവൾക്ക് വേണ്ടി, അത് ആദ്യമോനുള്ള സമയത്തും അങ്ങനെയായിരുന്നു, ഒരു 3-3.5 വയസ്സ് വരെ ഞാൻ എങ്ങും പോയിട്ടില്ല. എൻ്റെ പകുതി സമയം എൻ്റെ അങ്ങനെ പോയത്. ആദ്യം ഉണ്ടായി 3-3.5 വർഷം ഞാൻ അവന് വേണ്ടി മാത്രം. കാരണം അവനെ സ്കൂളിൽ നിന്ന് വിടുക, അങ്ങനെ ഇങ്ങനെ അവൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി ഞാൻ ഇവിടെ പോയാൽ അവനെ കൊണ്ട് പോവുക, അങ്ങനെയായിരുന്നു. ഇപ്പം അല്ലി വന്നപ്പോഴും അത് കഴിഞ്ഞ് ആദ്യം ഞാൻ LKG വിട്ടിട്ടാണ് ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോയത്. അതിൻ്റെ തൊട്ട് പുറകെ അല്ലിയായി ഇനി അടുത്ത 3 വർഷം അല്ലിക്ക് വേണ്ടി പറ്റുക. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പണിക്ക് പോകണം, പണിക്ക് പോയി പറ്റത്തുള്ളൂ, പണിയെടുത്ത് ജീവിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത്. ഷൈൻ എന്നോട് അങ്ങനെ പറയത്തില്ല, നീ പണിക്ക് പോയി പൈസ ഉണ്ടാക്കി കൊണ്ടുവന്ന് നീ
തിന്നാൽ മതി, അങ്ങനത്തെ ഒരു സംഭവമൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ വിഷമം വരുമ്പോൾ എന്തെങ്കിലും പറയും, അതായത് അണ്ണൻ ഇങ്ങനെ പണിയെടുത്തിട്ട് നമുക്കൊരു 10 പൈസ നീക്കിയിരിപ്പില്ലാതെ വരുമ്പോഴത്തേക്ക് അന്ന് വിഷമം വരും. അന്നേരം സങ്കടം വരുന്ന പോലെ എന്തെങ്കിലും പറയുന്നില്ല, അതങ്ങനെ ഉള്ളി തട്ടി ഇന്നേ വരെ എന്നോട് അങ്ങനെ പറയത്തില്ല. അങ്ങനെ ഒരു പറയാനെ കൊണ്ട് വരുത്തിയിട്ടില്ല ഞാൻ, അതാണ് സത്യം. ഞാനായിട്ട് എൻ്റെ ഇഷ്ടങ്ങൾ, എനിക്കങ്ങനെ വലിയ ഇഷ്ടങ്ങളുള്ള വ്യക്തിയല്ല. അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അറിഞ്ഞ് അണ്ണൻ ചെയ്തു തരും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരേ ഒരു വ്യക്തി ഷൈനോട് മാത്രമുള്ള, അങ്ങോട്ടല്ല ഞാൻ വേറെ ആരോടും എൻ്റെ ഇഷ്ടങ്ങൾ പറയാറില്ല. ആ മനുഷ്യൻ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും നടത്തി തരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ അണ്ണനെ കൊണ്ട് കഴിയുന്ന രീതിയിലാണ് എല്ലാം ചെയ്യും. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ഇനിയിപ്പോൾ കുഞ്ഞിന് ആ സാധനം കൂട്ടാനും കറിയൊക്കെ വെച്ച് ഞങ്ങൾക്ക് ചോറ്, ഞാൻ ഇതുവരെ ഒന്നും ചോറ് വെച്ചില്ല, ചോറ് കഴിക്കണം. അപ്പം അങ്ങനെയൊക്കെയാണ്. ഞാനപ്പം അടുക്കളയിലോട്ട് പോട്ടെ. എല്ലാ ക്ലിപ്പുകളൊന്നും ഞാൻ എടുക്കുന്നില്ല, കഴിയുന്നത്രേ എടുക്കും. എനിക്ക് കുറേ പണികൾ വേറെ ബാലൻസ് ഉണ്ട്. അപ്പം ഞാനാണെങ്കിൽ അടുക്കളയിലോട്ട് കയറട്ടെ. ആ സമയം കൊണ്ട് നിങ്ങൾ ഇന്നലെ അണ്ണനും അമ്മയൊക്കെ അമ്പലത്തിൽ പോയ വീഡിയോ കണ്ടിട്ടോ. ഓക്കെ, ഞാൻ അമ്പലത്തിൽ വരെ പോവാണ്. നമ്മുടെ ചിറ്റാറുള്ള ശ്രീകൃഷ്ണ അമ്പലത്തിലാണ് പോകുന്ന 2 കൂട്ടം കാര്യങ്ങളുണ്ട് പോകാനായിട്ട്. ഒന്ന് ആദിയുടെ പിറന്നാളാണ്. തന്നെയല്ല അല്ലിക്ക് ഒരു ചെറിയ പേടിയൊക്കെ കിട്ടിയിരുന്നത് രാത്രിയിൽ. അപ്പം ഒരു ചരടുമൊക്കെ ജപിച്ച് കിട്ടാനായിട്ട് നമ്മുടെ ചിറ്റാറിലുള്ള ശ്രീകൃഷ്ണപുരത്തെ അമ്പലത്തിലോട്ടാണ് പോകുന്നത്. അപ്പം പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ താമസിച്ചാണ് വന്നത്. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളെയൊക്കെ ഒരുക്കി. അപ്പം വൈഫിന് ഇന്ന് അമ്പലത്തിൽ കയറാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അവളെ കൊണ്ടുപോകുന്നില്ല, അവളെ കൂട്ടാതെ പോകുന്നത്. ഇതാ വിഷമിച്ച് വെളിയിൽ നിൽപ്പുണ്ട്. അപ്പം നല്ലതായിട്ട് സന്ധ്യയായിട്ടുണ്ട്, അതുകൊണ്ട് ക്ലിയറായിട്ട് കാണാൻ പറ്റത്തില്ല. ആൾക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ പോവുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ ഒരുമിച്ചായിരിക്കും ഞങ്ങൾ എല്ലാവരും യാത്ര. ഞാൻ വൈഫ് കുഞ്ഞുങ്ങൾ 2 പേരും. ആദ്യം പിന്നെ പുറകിലുണ്ട്. പിന്നെ അളിയനാണ് വണ്ടി ഓടിക്കുന്നത്. അളിയൻ്റെ കൂടെ ഞങ്ങൾ അളിയൻ പണിയൊക്കെ കഴിഞ്ഞ് കാറും കൊണ്ട് വന്നു. അളിയനും പണിയുണ്ടായിരുന്നു. അപ്പം ബൈക്ക് കൊണ്ട് പോകാൻ പറ്റാത്തൊരു കാലാവസ്ഥയാണ്, മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അമ്പലത്തിലോട്ടൊന്ന് പോയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം മെയിനായിട്ടുള്ള കാര്യം അല്ലിയും കൊണ്ട് പോകണമൊക്കെ ഒരു ചരട് ജപിച്ച് കെട്ടാനായിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന ഈ അമ്പലം ചിറ്റാറായിട്ടാണ് ഉള്ളത്. ചിറ്റാറെന്ന് പറയുമ്പോൾ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ കിഴക്കൻ മേഖലയായ നമ്മുടെ ചിറ്റാർ സേത്തോട് ആ ഭാഗമാണ്. നമ്മൾ ശരിക്കും പത്തനംതിട്ട ജില്ലയാണ് നമ്മുടെ ജില്ല. ഇതുവരെ നമ്മൾ എവിടെയാണ് നമ്മുടെ സ്ഥലമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. സേത്തോട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ശരിക്കും പത്തനംതിട്ട ജില്ലയിലെ കിഴക്കൻ മേഖലയിലോട്ട് വരുന്നൊരു പ്രദേശമാണ് നമ്മുടെ സേത്തോടും ചിറ്റാറും വടശ്ശേരിക്കര ആ ഒരു ഭാഗം. ഇങ്ങോട്ട് വരുമ്പോൾ കിഴക്കൻ മേഖലയിലോട്ട് വരുന്ന ഭാഗങ്ങളാണ്. ഇവിടെ നിന്നും സേത്തോട് വന്നിട്ട് തിരിഞ്ഞ് പല വഴിയുണ്ട്. ശബരിമലയ്ക്ക് പോകാൻ വഴിയുണ്ട്. സേത്തോട് വന്നിട്ട് ഗവിക്ക് പോകുന്നത് നമ്മുടെ സേത്തോട് വഴിയാണ്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മുടെ സേത്തോട് വന്നിട്ട് പോകാനായിട്ട്. ശരിക്കും നമ്മൾ പത്തനംതിട്ട ജില്ലക്കാരാണ്. പിന്നെ ഇപ്പം ഈ പോകുന്ന അമ്പലത്തിലോട്ട് ഞാനും അവളും കൂടെ പോയിട്ട് വീഡിയോ ചെയ്യണം. അവൾ എന്നോട് എപ്പോഴും പറയാമായിരുന്നു, നമുക്ക് അവിടെ പോയി വീഡിയോ ചെയ്യണമെന്ന് കുറച്ച് നാൾ എന്നോട് പറഞ്ഞായിരുന്നു. ഒരു 1-2 ആഴ്ചക്ക് മുമ്പും പറഞ്ഞതാണ്. അപ്പം ഓണത്തിനൊക്കെ ആയിട്ട് പോയി ചെയ്യാമെന്നൊക്കെ ഒരു ധാരണപ്പുറത്തിരിക്കുമായിരുന്നു. പക്ഷേ ഇന്നിപ്പം പോകേണ്ടതായിട്ടൊരാവശ്യം വന്നുകൊണ്ട് പോകുന്നു. അതുകൊണ്ട് അമ്പലത്തിൻ്റെ മൊത്തം വീഡിയോസും ഉള്ള ഇതായിട്ട് എടുക്കുന്നില്ല, കുറച്ച് ഭാഗങ്ങൾ എടുക്കുന്നുണ്ട്. പിന്നീട് ഒരു ലോങ് വീഡിയോ നമ്മൾ അമ്പലത്തിൻ്റെ ആയിട്ട് നല്ലൊരു ലോങ് വീഡിയോ നമുക്ക് ചെയ്യാം. അവളും കൂടെ വന്നിട്ട്, അല്ലെങ്കിൽ അവൾക്കത് വിഷമമാകും. ഇപ്പോൾ തന്നെ ആൾ ഡള്ളായിട്ടൊക്കെ ഇരിക്കുന്നത് ഞങ്ങൾ പോകുന്നപ്പോൾ. ഞാൻ പറഞ്ഞില്ലേ, എവിടെ പോയാലും ഞങ്ങൾ ഒരുമിച്ചൊക്കെയാണ് മിക്കവാറും അമ്പലങ്ങളിലായാലും. സേത്തോട് പറഞ്ഞാൽ തന്നെ ഞങ്ങൾ ഒരുമിച്ചായിരിക്കും മിക്കവാറും ഇറങ്ങുന്നത്. അല്ല ബോവനും മോളി എന്നൊക്കെ പറയത്തില്ല എന്ന് പറഞ്ഞവരാണ് സേത്തോടുകാർ നമ്മളെ കാണുമ്പോൾ. എനിക്കടുത്ത വലിയ നാണക്കേടോ മറ്റ് പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. എൻ്റെ പെണ്ണുമ്പിള്ള എൻ്റെ കുഞ്ഞുങ്ങളെയും കൂട്ടി സേത്തോടിനൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ എനിക്കതൊരു അഭിമാനം തന്നെയാണ്. ഞങ്ങൾ അങ്ങനെ ഇറങ്ങും, ചായ കുടി വലിയ കാര്യങ്ങളൊന്നും കാണത്തില്ല. ചിലപ്പോൾ ഒരു ചായ കുടിക്കാനായിരിക്കും. നമ്മുടെ സന്തോഷം അതൊക്കെയാണ്. പിന്നെ വേറെന്താ, ഇവിടെ നല്ല കാലാവസ്ഥ, മഴ തോർന്നിട്ടില്ലാത്തൊരു സാഹചര്യമാണ്. ചെറിയ രീതിക്ക് മഴയും കാര്യങ്ങളൊക്കെ പെയ്യുന്നതുകൊണ്ട് പിന്നെ ഇരുണ്ട് മൂടിയൊക്കെ കിടക്കുന്നൊരവസ്ഥയിലാണ്. ഓണമൊക്കെ എല്ലാവരും വളരെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇരിക്കുന്ന സമയമാണ്. പൈസയൊന്നുമില്ല. കൂലിപ്പണികൾക്കായാലും സാധാരണപ്പെട്ടവർക്കായാലും ഒക്കെ സാമ്പത്തികമായിട്ട് ഭയങ്കര ഞെരുക്കങ്ങളുള്ള സമയമാണ്. ഒന്നാമത്തെ കാര്യം, മഴ 10-20 ദിവസത്തോളം ആർക്കും പണിയെടുക്കാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും പോകാനൊന്നും പറ്റിയിട്ടില്ല. ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ പണിക്ക് വന്നിട്ടൊരു 5-8 ദിവസമേ ആയുള്ളൂ.
മഴയും കാര്യങ്ങളും ഒക്കെ ആണെന്നാലും അത്യാവശ്യം ഇങ്ങനെ പണിത് പോകുന്നു. അപ്പോൾ ഗൈസ്, അണ്ണനും കുഞ്ഞുങ്ങളും അമ്പലത്തിലൊക്കെ പോയി അർച്ചനയൊക്കെ കഴിപ്പിച്ചിട്ട് പിന്നെ നമ്മുടെ വീട്ടിലോട്ട് വരാനുള്ള പുറപ്പാടാണ്. അതിന് മുന്നോട്ടായിട്ട് അണ്ണൻ അവിടെ നിന്നൊരു വീഡിയോ എടുക്കുന്നുണ്ട്. പക്ഷേ ആ വീഡിയോയിൽ കറക്റ്റ് വോയിസ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട്, കോപ്പിറൈറ്റ് ഇടാനുള്ള സാധ്യതയുണ്ട്. എന്തോ പറയുന്നതെന്ന് വെച്ചാൽ ഒരു അമ്പലത്തിൻ്റെ ഒരു ബാക്ക് വശത്ത് നിന്നുള്ളൊരു വ്യൂ ആണിത്. അവൾ വരുമ്പോൾ ഒരു ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ എടുക്കാം എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. പിന്നെ അത് നമുക്കിവിടെ ചെയ്യാൻ പറ്റത്തില്ല, കാരണം കോപ്പിറൈറ്റ് ഇട്ട് അത് പ്രശ്നമാവും. പിന്നെ ഇവർ നേരെ കയറി വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോയി കേക്കൊക്കെ വാങ്ങിക്കാൻ പോവായിരുന്നു. അപ്പോൾ പിന്നെ ഇന്നത്തെ ആ ഒരു വീഡിയോ, ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ പോയി. പിന്നെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. ഞാൻ 2 ദിവസത്തെ വീഡിയോ ആണ് ബാലൻസ് ചെയ്ത് ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത്. 2 ദിവസത്തെ വീഡിയോ ഇങ്ങനെ ചേർത്തിണക്കി ഞാൻ എടുത്തേക്കുന്ന ഒരു വീഡിയോ ആണിത്. പിന്നെ ഇതിൻ്റെ ബാക്കിയായിട്ടുള്ളത് പിറ്റേ ദിവസത്തെ നമുക്ക് ബാക്കിയായിട്ടുള്ളത് കാണാം. അപ്പോൾ ഗായ്സ്, എൻ്റെ ആഹാരം വെപ്പ് കഴിഞ്ഞു. ഞാൻ പറയുന്ന കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല. ഞാൻ അവരെ അവിടെ എൻ്റെ ഫോണിൽ വീഡിയോ വെച്ച് കൊടുത്തിട്ട് ഞാൻ TV റീചാർജ് ഇല്ല. അപ്പോൾ അവളെ അവിടെ സെറ്റാക്കി ഇരുത്തേക്കാണ്. വലിയ കൂട്ടാനൊന്നുമില്ല. എന്തൊക്കെയാണ് ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം. എൻ്റെ പപ്പടം ഇപ്പം അങ്ങോട്ട് പൊള്ളിച്ചങ്ങോട്ട് വെട്ടിച്ചതേ ഉള്ളൂ പപ്പടം. പിന്നെ അടുക്കളയിൽ അത്യാവശ്യത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. എന്നൊരു സ്ലാബെല്ലാം ഇതാക്കി വിട്ട്. എന്നാൽ ഇനി കുറച്ചൊക്കെ പണിയുണ്ട് ബാലൻസ്. കുടിക്കാനുള്ള വെള്ളം ഇപ്പോഴും സത്യം തന്നെ കുടിക്കാനുള്ള വെള്ളം വെച്ച് കുടിക്കാനുള്ള വെള്ളം പിന്നെ കാണിച്ചു തരാമേ. ഇത് പയറല്ല, ബാക്കി കറിയാണ്. കുറച്ചേ വെച്ചിട്ടുള്ളത്. ഇത് തേങ്ങ അരച്ചുകൊണ്ട് ഇപ്പം ഇരുന്ന് വരച്ചു. അത് ഞങ്ങൾക്ക് മാത്രമുള്ളത്. നല്ല ചൂടുണ്ട്. ഇത് പയറ് കറി, പിന്നെ ബീറ്റ്റൂട്ട് തോരൻ, എല്ലാം കുറച്ച് ഉണ്ടാക്കിയുള്ളൂ. ബീറ്റ്റൂട്ട് തോരൻ ഇതൊക്കെ ഇപ്പം ഉണ്ടാക്കിയാണേ. പിന്നെ ഇതാണെങ്കിൽ ഒരു ശകലം മറ്റേ വേലിച്ചോ തരത്തില്ല പപ്പടം. എന്താ മോനെ പാപ്പോ, എന്തുവാ അതെ? തരാവേ, അമ്മ തരാം. അമ്മോന് തരാം. അമ്മ ഇപ്പോൾ വരാവേ. അമ്മോന് തരാം. ഇപ്പോൾ വരാവേ. ഇത് കാണിച്ചോട്ടെ. ഇതാണെങ്കിൽ ആ വേരിച്ചീരയും ഒരു മുട്ടയും കൂടി ഇട്ട് ചിക്കി പൊരിച്ച് അതൊരു തോരൻ പോലെ വെച്ച്. ഈ അല്ലിയുടെ മുഖത്തെല്ലാം വെള്ളപ്പാട് വരുന്നുണ്ട്. അപ്പോൾ ഇലവർഗ്ഗങ്ങൾ കുറേ കൊടുക്കണമെന്ന് പറയും. അങ്ങനെ ഇത് പിന്നെ കാണാൻ പറ്റത്തില്ല. ഇത് ഇന്നലത്തെ മെഴുക്കുവരട്ടിയാണ്. ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും കൊടുത്തിട്ട്. പിന്നെ മറ്റേത് ചൈന മിഞ്ഞാന്ന് പിടിച്ചുകൊണ്ട് വന്ന ആറ്റിമീൻ. പിന്നെ ഞങ്ങളുടെ ചോറ്. അപ്പം ഞാൻ ആദ്യക്ക് കഴിക്കാൻ കൊടുക്കട്ടെ. ബർത്ത്ഡേയുടെ സ്പെഷ്യൽ ഇതൊക്കെയാണ്. ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ കഴിക്കുന്ന. കാന്താരി വെച്ചേക്കുന്ന ചോറ് എനിക്ക് കഴിക്കാനുള്ളതാണ്. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. സമയം ഇപ്പം രാത്രി 8:30 ചൈന വരാൻ വൈകുന്ന പണിയുണ്ട്. ലോഡിങ്ങൊക്കെ എങ്ങാണ്ട് അപ്പം താമസിക്കുന്നുണ്ട്. 10 മണി. എനിക്കറിയത്തില്ല ഇനി അപ്പം വരും എന്നുള്ള കാര്യത്തിൽ. എന്തായാലും താമസിക്കുമെന്ന് പറഞ്ഞു. സമയം എത്ര മണിയായി കാണും? 9:30. ബർത്ത്ഡേ ബോയിയുടെ അപ്പം വരുന്ന സമയമാണ്. പണി ഉണ്ടായിരുന്നു. അന്നേരം പണി കഴിഞ്ഞ് വരുന്ന ആളിങ്ങ് എത്തിയില്ല. നമ്മുടെ റോഡിലെത്തതേ ഉള്ളൂ. ചാച്ചാ വിളിച്ചേ. ചാച്ചാ കേക്ക് വാങ്ങിച്ചോ. ഇതെന്തുവാണ് ദേഹത്തൊക്കെ ചള്ളയോ? കണ്ണി വരെ ചള്ള അടിച്ച് കയറിയത് കഴിക്കണ്ട. അന്നെന്ത് ഉഴാൻ പോയതാ? നീ അവിടോട്ട് പോയി നോക്കണം. ഒരു തടി വണ്ടി മേടിച്ച് വീഴുന്നത്. അപ്പം ഞങ്ങൾ ഇനി കേക്ക് മുറിക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കട്ടെ. അന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നതേ ഉള്ളൂ. ഞാൻ പോയില്ലായിരുന്നു. അന്ന് പോയി ബലൂണും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന്. എന്തൊക്കെയാണ് കൊണ്ടുവന്നു നോക്കട്ടെ. ബലൂണും പിന്നെന്തായിരുന്നു. ഇപ്പം ഗൈസ് സമയം 10:30. ഇപ്പോഴാണ് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്യാൻ പോകുന്നത്. വേറെ ആരുമില്ല, ഞങ്ങൾ 4 പേരേ ഉള്ളൂ. പക്ഷെ ഇപ്പം കോളൊക്കെ വരും. അമ്മയുടെയും അവൻ്റെ അപ്പയുടെ ഒക്കെ കോൾ വരും. അവൻ്റെ ഒക്കെ കോൾ ഇപ്പോൾ വരും.
അവിടെ എത്തിക്കുത്തുന്നുണ്ട് കാണിക്കാം. ചെയിനും പണി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അന്ന് കുളിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് സമയമായിട്ടുള്ളൂ എന്നാണ്. പണി ഇച്ചിരി ഏറെ ഉണ്ടായിരുന്നു. പണി തീരാൻ വൈകി. പണം വരുന്നത് വരെ ഞങ്ങൾ നോക്കി നിന്നു. അപ്പം ഇനി താമസിക്കുന്നില്ല, കേക്ക് കട്ട് ചെയ്യണം. കാരണം ഞങ്ങൾക്ക് 2-3 കൊണ്ട് കൊടുക്കാനുണ്ട്. അപ്പം അത് കൊടുക്കണം. അപ്പം ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യട്ടെ. ഞങ്ങളുടെ കുഞ്ഞിൻ്റെ പിറന്നാളാണ്. എൻ്റെ ഗൈസ്, ഇതാണ് കേക്ക്. ഇവനൊരു ബിഗ് എന്താ പറയുക, റൊണാൾഡോ ഫാനാണ്. ഈ കേക്കിന് വേണ്ടി കുറേ വഴക്കുണ്ടാക്കി എന്നിട്ടാണ് ഇവന് ഞങ്ങളെ കൊണ്ട് ഈ കേക്ക് വാങ്ങിപ്പിച്ചത്. കണ്ടോ, റൊണാൾഡോ ഒക്കെ ഇങ്ങനെ ഒരാളെ കേക്ക് വെച്ച് തിന്നാൻ പറ്റുമോ എന്നുള്ളത് ഞങ്ങൾ ഈ കേക്ക് ഉണ്ടാക്കിയ പിന്നെ കാണുന്നത്. അപ്പം ആദ്യം ഒരു ബിഗ് ഫാനാണ് റൊണാൾഡോയുടെ. ആരെങ്കിലും ഇതുപോലെ റൊണാൾഡോയുടെ ഫാൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ. ഇവനും ഒരു നല്ലൊരു ഫാനാണ്. അപ്പോൾ ഇതാണ് കുഞ്ഞിനെ ഞങ്ങൾ വാങ്ങിച്ച കേക്ക്. അപ്പോൾ ഞങ്ങൾ കട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു. എല്ലാവരും കൂടെ ആയപ്പോഴത്തേക്ക് ഫോൺ വെക്കാനെ കൊണ്ടൊരു സ്റ്റാൻഡ് ഇല്ലാത്ത കാരണം ഞാൻ ആ കേക്ക് കട്ട് ചെയ്യുന്ന ഭാഗം എടുത്തില്ല. എനിക്കറിയാം മെയിൻ പാകമായിരുന്നു എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ എന്ത് ചെയ്യാനാ, അല്ലിയും പ്രശ്നമായിരുന്നു. അധികം കൊണ്ട് തന്നെ അതിക്കുവാണെന്നും തന്നെ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ആ ഫോണിന് അമ്മയൊക്കെ വിളിച്ച ഫോൺ ട്രൈപ്പോടെ വെച്ചിട്ട് നമ്മുടെ ക്യാമറ ഉള്ള ഫോൺ ഞാൻ ഓഫ് ചെയ്തിട്ട് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു. ഇതാണ്ട് കേക്ക് കട്ട് ചെയ്ത് ഇതാണ് കേക്ക്. വലിയ ഗ്രാൻഡായിട്ടൊന്നും അല്ലായിരുന്നു, ഞങ്ങൾ മാത്രം. പിന്നെ അമ്മയും അവളും എല്ലാവരും വിളിച്ചിട്ടുണ്ട്. കിളിക്കുഞ്ഞ് വാ തുറക്കുന്ന കേക്ക് ഇഷ്ടപ്പെട്ടുള്ള കേക്ക് കഴിക്കാൻ ഒത്തിരി കൊടുക്കണ്ടായേ ചേട്ടാ. അവൾക്ക് ഭയങ്കര അവൾക്കറിവായ പിന്നെ ഞങ്ങൾ ആദ്യമേ ഇങ്ങനെ ഒരു കേക്ക് കട്ട് ചെയ്യുന്നത്. കാരണം കുഞ്ഞായിരുന്നപ്പം കട്ട് ചെയ്തതിൻ്റെ ഒരു ഓർമ്മ അവൾക്കില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. കണ്ട വായും പൊളിച്ചിരിക്കുന്നത് കേക്ക് തിന്നാനെ കൊണ്ടായിരിക്കുന്നത്. അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, അണ്ണൻ്റെ പെണ്ണ് വിളിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവരും വിളിച്ചു. ആദ്യം ഭയങ്കര ഹാപ്പിയാണ്, ഞങ്ങൾ ഹാപ്പിയായി. എന്താ പറയുക, അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു ബർത്ത്ഡേ ആഘോഷം എന്ന് പറയുന്നത്. ഞങ്ങൾ എല്ലാവരും കൂടെ ഉള്ളപ്പോൾ നല്ല ഭംഗിയായിരിക്കും, നല്ല ആഘോഷമായിട്ട് ഞങ്ങൾ നടത്തും. പക്ഷേ ഇപ്പോൾ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഇത്രത്തോളം കൊണ്ട് ഞങ്ങളുടെ ആഘോഷം അവസാനിപ്പിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പം അടുത്ത മാസം നമ്മുടെ അല്ലിക്കുഞ്ഞിൻ്റെ പിറന്നാൾ വരുന്നുണ്ട്. പിന്നെ അത് കഴിയുമ്പോൾ ഞങ്ങളുടെ യുവിയുടെ പിറന്നാൾ വരുന്നുണ്ട്. അവൻ്റെ ആദ്യത്തെ പിറന്നാൾ വരുന്നുണ്ട്. അവൻ ഓരോന്നോരോന്ന് ഇനിയും പിറന്നാൾ കിടക്കുവാണ്. ഇനി ഓരോന്നോരം നമ്മൾ ആഘോഷിക്കാം. അലക്കാതിരിക്കെ ഓരോന്നോരോന്ന് നമ്മൾ ആഘോഷിക്കും. കട്ട് ചെയ്യുന്ന ഭാഗം ഞങ്ങൾ എടുക്കാഞ്ഞതിൻ്റെ മെയിൻ കാരണം ഇതുകൊണ്ടാണ്. കാരണം ഫോണിൽ നിന്നുള്ള സൗണ്ട് അവരും അവിടുന്ന് ഹാപ്പി ബർത്ത്ഡേ പാടുന്നു, ഞങ്ങൾ ഹാപ്പി ബർത്ത്ഡേ പാടുന്നു. പിന്നെ അല്ലാത്ത അലപ്പറയില്ല. എന്നിട്ട് ഇതാ ഇവിടുത്തെ അവസ്ഥ. എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ഞാനപ്പോൾ പറഞ്ഞു നമുക്ക് കട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് കട്ട് ചെയ്തതിന് ശേഷം അവരും ഫോൺ കട്ട് ചെയ്തതിന് ശേഷമാണ് ഞങ്ങളിപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് കുഞ്ഞു പീസാക്കി കട്ട് ചെയ്തിട്ട് നമ്മൾ ഓരോ വീടുകളിൽ കൊണ്ടുപോകും. ഓരോ വീടുകളെന്ന് വെച്ചാൽ ഒന്നും മിണ്ടാതിരിക്കും. ഓരോ വീടുകളിൽ എന്ന് വെച്ചാൽ എല്ലാ വീടുകളിലും അല്ല, കുറച്ച് വീട്ടിൽ ഞങ്ങൾ കൊണ്ടു കൊടുക്കും. അപ്പം ഞങ്ങളുടെ ഒരു കുഞ്ഞ് വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇത്രയും നേരം ബാക്ക് ക്യാമറ ഇട്ട് സംസാരിച്ചിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അണ്ണനെ കൂടെ കാണിച്ച് അണ്ണോട് സംസാരിക്കട്ടെ. കാരണം ഞാൻ അവൻ്റെ അമ്മയും ഇതവൻ്റെ അച്ഛനും. അപ്പം അണ്ണനും എന്തെങ്കിലുമൊക്കെ പറയാൻ കാണുമല്ലോ. അപ്പം അന്ന് ഇനി അണ്ണൻ സംസാരിക്കട്ടെ. ഞങ്ങളുടെ ആദ്യത്തെ കൺമണിയാണ്. അപ്പം എന്താ പറയുക, ദൈവം ആയുസ്സും ആരോഗ്യം അവന് കൊടുക്കട്ടെ. നല്ല കുഞ്ഞായിട്ട് പഠിച്ചും നല്ല മിടുക്കനായിട്ട് അപ്പം വളരട്ടെ. എല്ലാ അമ്മമാരും അച്ഛന്മാരും ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളും ആഗ്രഹിക്കുന്നു. അപ്പം ഇനി അണ്ണൻ എന്തെങ്കിലും പറയാനുണ്ടോ? പറയാം. അത്രേ ഉള്ളൂ പറയാനായിട്ട് അധികം കാര്യങ്ങളൊന്നുമില്ല. പണിയൊക്കെ കഴിഞ്ഞ് താമസിച്ചാണ് വന്നത്. അത് നമ്മുടെ ഫീൽഡിൽ അങ്ങനെയാണ്. ചിലപ്പോൾ താമസിക്കും, കുറച്ചൊക്കെ താമസിച്ചാണ് വരുന്നത്. മിക്കവാറും ഇന്നിപ്പോൾ ഒരു ലോഡ് കാര്യങ്ങളൊക്കെ കയറ്റി വിടാനുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ഇടയ്ക്കിട്ടിട്ട് പോരാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര താമസിച്ചത്. പിന്നെന്താ, കുഞ്ഞിൻ്റെ പിറന്നാളും കാര്യങ്ങളൊക്കെ ഇട്ട് ഞങ്ങൾ കേക്കൊക്കെ നല്ല രീതിയിൽ കട്ട് ചെയ്തു. ആരും ഇല്ലായിരുന്നു, നമ്മൾ പറഞ്ഞ പോലെ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഹാപ്പിയായിട്ട് തന്നെ എല്ലാവരും വീഡിയോ കോൾ, അമ്മയും പെങ്ങളും അളിയനും എല്ലാവരും വീഡിയോ കോൾ വഴി വിളിച്ച് കണ്ട് നമ്മൾ കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചു. വലിയ ആഡംബരമായിട്ടൊന്നുമല്ല, നമ്മുടെ സാധാരണ രീതിയിൽ തന്നെ നമ്മുടെ കാര്യങ്ങൾ ഏകദേശം ഭംഗിയായി ചെയ്തു. പിന്നെ ഇനിയിപ്പം മുറിച്ച കേക്കുകളൊക്കെ 2-3 കൊടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അവിടോട്ടൊക്കെ പോവാണ്.
റെഡി വാ ഇനി മതി. മോനെ കുഞ്ഞു മതി. ഇതാണ് ഞങ്ങളുടെ സമ്പാദ്യം. ഇത് ആ ഒരു സമ്പാദ്യം, പിന്നെ എൻ്റെ വീട്ടിലേക്ക് ഒരു ചെറിയൊരു സമ്പാദ്യം. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം ഈ രണ്ടുപേരും. നമ്മൾ ജീവിക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി മാത്രമല്ല. എല്ലാ നമ്മളുടെ മാത്രമല്ല, എല്ലാ അച്ഛനമ്മമാരും അങ്ങനെയൊക്കെ തന്നെയാണ് അവനവൻ്റെ മക്കളെ അതുപോലെ സ്നേഹിച്ചും ലാളിച്ചും ഒക്കെ വളർത്തുന്നത്. അപ്പം നമ്മളും അതുപോലെ തന്നെ എല്ലാ അച്ഛനമ്മമാരെ പോലെ തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പിന്നെ കുഞ്ഞുങ്ങളല്ലേ കുറ്റക്കേടും കാര്യങ്ങളൊക്കെ കാണും. ഭയങ്കര കുറ്റക്കേട് അവളെ അതിനെക്കാട്ടി പോകുമ്പോൾ കണ്ടില്ല കേട്ടില്ലപ്പെട്ട് ഞാനങ്ങ് വിടും. അപ്പം ഇവിടെ നല്ല നിലവിളിക്കും. ഞാൻ അങ്ങനെ രണ്ടുപേരെ ഇതുവരെ ഞാൻ നിലവിളിച്ചിട്ടില്ല. ഇല്ല, ഞാൻ നിലവിളിച്ചില്ല ഇതുവരെ. പ്രായത്തിനിടയ്ക്ക് ഇതുവരെ ആദ്യം ഞാൻ ഒരു വട്ടം ചെറുതായി, അത് ഞാൻ കൈയെടുത്ത് അടിച്ചിട്ടില്ല, ചെറിയ രീതിയിൽ അടിപ്പഞ്ചിക്കും. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം. അപ്പം ഞങ്ങളിനിയും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒരു ബർത്ത്ഡേ ആഘോഷം. ഞങ്ങളിപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഇപ്പം വീഡിയോസൊക്കെ കറക്റ്റായിട്ട് വരുന്നില്ല. നെറ്റിൻ്റെ ഓരോ ഇഷ്യൂ കൊണ്ടാണ് ഞങ്ങളിപ്പം വീഡിയോ ഒന്നും കറക്റ്റായിട്ട് വരാത്തത്. അതുകൊണ്ടാണ് വീഡിയോ ഇടുന്നുണ്ട്, വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രശ്നമാണ് നമ്മുടെ മൊബൈൽ റേഞ്ചിൽ നമ്മുടെ വീഡിയോസ് പോകത്തില്ല. ഞാൻ പറഞ്ഞവര് നമുക്ക് സീതത്തോടിന് പോകണം. നിലവിൽ ഇപ്പോൾ ഇവിടെ നമുക്ക് വൈദ്യുതി ഇപ്പോൾ എടുക്കാനുള്ള സാഹചര്യമല്ല. നമ്മൾ സീതത്തോട് നമ്മളൊരു വളവീട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ മാറുമ്പോഴത്തേനും നമ്മൾ അതിപ്പോഴേ ഇല്ല, ഓണം കഴിഞ്ഞിട്ടൊക്കെ ഉള്ളൂ. പെങ്ങളൊക്കെ വരുന്ന ഓണത്തിന് നമ്മൾ വീട്ടിൽ തീർച്ചയായിട്ടും കാണണം. എന്നല്ല വീട്ടിൽ ആരുമില്ല, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞൊക്കെ ഉള്ളൂ. അപ്പോഴത്തേനും ഒരു ബൈക്ക് റെഡിയാക്കി വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കൃത്യമായിട്ട് ഇട്ട് പോകുന്നതായിരിക്കും. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോസ് കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും അഭിപ്രായം പറയണം. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടമില്ല, എപ്പോഴും പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേ അഭിപ്രായം പറയണം. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ബൈ.